നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. എയർ കാനഡ പൈലറ്റ് സമരത്തിന് മുൻപൊരു സമവായമുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നതായി തൊഴിൽ മന്ത്രി സ്റ്റീവ് മക്കിന്നൻ. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ശമ്പള വർധനവിന്റെ കാര്യത്തിൽ 30% വർധന വരെ വർധന ടേബിളിൽ വന്നെങ്കിലും ഇരുപക്ഷത്തിനും സ്വീകാര്യമായ ഫോർമുലയിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ലാത്തതിനാൽ സമരഭയം തുടരുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം അറിയിച്ചു. സെപ്റ്റംബർ 15 ഞായറാഴ്ചയ്ക്കകം തീരുമാനം ഐക്യത്തിലെത്തിയില്ലെങ്കിൽ 18 മുതൽ ജനത്തെ വലിക്കുന്ന എയർ സമരം ആരംഭിക്കും എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിവതും തടയാൻ ശ്രമിച്ചിട്ടും ദി ബിബി ഫയൽസ് കാനഡയിലൂടെ ലോക പ്രേക്ഷകർക്ക് മുന്നിലെത്തി. ഡോക്യുമെന്ററിയിലൂടെ ആദ്യമായി നെതന്യാഹുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നതിന്റെ വീഡിയോകൾ ജനം കണ്ടു. വിവാദപരമായ ഡോക്യുമെന്ററി ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിലാണ് പ്രദർശിപ്പിച്ചത്. കൈക്കൂലി, അഴിമതി തുടങ്ങിയ ആരോപണങ്ങൾ നിഷേധിക്കുന്നതായി കാണിക്കുന്ന ചിത്രത്തിന്റെ പ്രദർശനം നിർത്താനുള്ള നെതന്യാഹുവിന്റെ അഭ്യർത്ഥന ഇസ്രായേലി കോടതികൾ നിരസിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കാനഡയിൽ സ്ഥിരതാമസമാക്കിയ 900 യുദ്ധക്കുറ്റവാളികളുടെ പേരുകൾ അടങ്ങിയ രഹസ്യ റിപ്പോർട്ട് പുറത്തുവിടാൻ കനേഡിയൻ സർക്കാരിനുമേൽ സമ്മർദ്ദമേറുന്നു. ക്യൂബക്കിലെ വിരമിച്ച സുപ്പീരിയർ കോടതി ജഡ്ജി ജോസ് ദഷനേസിന്റെ നേതൃത്വത്തിൽ കാനഡയിലെ യുദ്ധക്കുറ്റവാളികളെ കുറിച്ചുള്ള അന്വേഷണ കമ്മീഷൻ 1986 കമ്മീഷൻ ഭാഗം 2 റിലീസ് ചെയ്യണമോ എന്നതിനെക്കുറിച്ച് ലൈബ്രറീസ് ആൻഡ് ആർക്കൈവ്സ് കാനഡ പുനർവിചിന്തനം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ അഭ്യർത്ഥന സർക്കാരിനെ തേടിയെത്തിയിരിക്കുന്നത്. കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് ആന്റിസെമിറ്റിസം എന്ന സംഘടനയാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. ബ്രിട്ടീഷ് കൊളംബിയ ആസ്ഥാനമായുള്ള ഗായികയും ഗാനരചയിതാവുമായ സാറ മക്ലോക്ലിന്റെ നേട്ടങ്ങളെ കാനഡ പോസ്റ്റ് സ്മരണിക സ്റ്റാമ്പ് നൽകി ആദരിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച വാൻകൂവറിലെ സാറ മക്ലോക്ലിൻ സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ കലാകാരനോടൊപ്പം സ്റ്റാമ്പിന്റെ അനാച്ഛാദനം നടക്കുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചു. ലോകമെമ്പാടും 40 ദശലക്ഷത്തിലധികം ആൽബങ്ങൾ വിറ്റഴിച്ചിട്ടുള്ള ഗ്രാമി, ജൂനോ അവാർഡുകൾ നേടിയ സംഗീതജ്ഞയാണ് സാറ മക്ലോക്ലിൻ. കനേഡിയൻ സംഗീത ശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രതിസമ്മാനമാണ് ഈ സ്മരണികയെന്ന് കാനഡ പോസ്റ്റ് അറിയിച്ചു. പാരീസ് ഒളിമ്പിക്സിനിടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മേധാവി PT ഉഷ പാരീസ് ഒളിമ്പിക്സിൽ രാഷ്ട്രീയം കളിച്ചുവെന്ന വിമർശനവുമായി ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ട തനിക്ക് അത്യാവശ്യ സമയത്ത് പിന്തുണ ലഭിച്ചില്ല. അയോഗ്യയാക്കിയതിനെതിരെ ഇന്ത്യ ഒളിമ്പിക് അസോസിയേഷൻ അപ്പീൽ നൽകാൻ വൈകിയെന്നും വിനേഷ് ഫോഗട്ട് വിമർശിച്ചു. പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിനേഷ് ഫോഗട്ടിന്റെ ആരോപണം. ശ്രുതി തനിച്ചായി. അപകടത്തിൽ പരിക്കേറ്റ പ്രതിശ്രുതവരൻ ജെൻസൺ മരിച്ചു. വയനാട് വെള്ളാരംകുന്നിൽ ഒമ്നിവാനും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ജെൻസൺ മരിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേർ നഷ്ടമായ ശ്രുതിയുടെ പ്രതിശ്രുതവരനായിരുന്നു ജെൻസൺ. ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച് നടൻ ജയസൂര്യ. വിദേശത്തായതിനാൽ FIR നേരിട്ട് കണ്ടിട്ടില്ല. IPC 354 വകുപ്പുകൾ ചുമത്തിയതിനാൽ ഓൺലൈനായി FIR അപ്ലോഡ് ചെയ്തിട്ടുമില്ല. പീഡനം നടന്നതായി പരാതിക്കാരി ആരോപിക്കുന്ന തീയതികളിലടക്കം വൈരുദ്ധ്യമുണ്ടെന്ന് ജയസൂര്യ ഹർജിയിൽ പറയുന്നു. സെപ്റ്റംബർ 18 വിദേശത്തു നിന്ന് മടങ്ങിവരും. കസ്റ്റഡിയിലെടുക്കേണ്ട ആവശ്യമില്ലെന്നതും പരിഗണിച്ച് ജാമ്യം നൽകണമെന്നാണ് ജയസൂര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.